ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 മണിക്കൂറോളം കുതിർത്തി വെച്ച പച്ചരിയാണ്. അതുപോലെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അരി ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടിട്ട് ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒരുപാട് തിക്കും ആവരുത്, അതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.